മെസ്സേജിൻ്റെ പേരിൽ അവർ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ₹2 ഡിഡക്റ്റ് ചെയ്തു. വീണ്ടും 295 രൂപ ഡിഡക്റ്റ് ചെയ്തു. ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല. അവർ തന്നെ മെസ്സേജ് അയച്ചു, അവർ തന്നെ ഡിഡക്റ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ പേരിൽ അക്കൗണ്ട് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടിക്കാൻ തുടങ്ങി. കൺസ്യൂമർ കോടതിയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം എനിക്ക് നീതി കിട്ടി. അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരുപാട് എഗ്രിമെൻറ്റിന് ഒപ്പിട്ടിട്ട് കൊടുത്തിരുന്നു. എഗ്രിമെൻറ്റ് ആർക്കും എപ്പോഴും എത്ര വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, ഒപ്പിടിക്കാം. പക്ഷേ അതിന് നിയമപ്രാബല്യമില്ല. അത് ഏതെങ്കിലും അസംബ്ലിയിലോ ഒരു പാർലമെൻറ്റിൽ പാസ്സായ ബില്ലൊന്നല്ല. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ടുള്ള കുമ്പള സ്വദേശിയായിട്ടുള്ള രാജു സ്റ്റീഫനിൽ നിന്ന് ബാങ്ക് ഒന്നിൽ കൂടുതൽ തവണ പിഴ ഈടാക്കി. അതിന് കാരണമായി പറയുന്നത് ആ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതിൽ വിചിത്രമായിട്ടുള്ളൊരു കാര്യം കൂടി അതിൻ്റെ ഭാഗമായി നടന്നു. അത് മിനിമം ബാലൻസ് 5000 രൂപയാണ് വേണ്ടത്, അത് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ബാങ്ക് ഈ അക്കൗണ്ട് ഹോൾഡർക്ക് തുടർച്ചയായി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നു, അറിയിപ്പുകളായി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നു. ആ മെസ്സേജിൻ്റെ ചാർജാണ് അതിൽ നിന്ന് ഈടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും 5000-ൽ നിന്ന് ആ മെസ്സേജ് ചാർജ് കുറഞ്ഞപ്പോഴാണ് അതിൽ മിനിമം ബാലൻസ് ഇല്ലാതെ വന്നത്. അതേ തുടർന്നാണ് പിഴ ഈടാക്കുകയും ചെയ്തത്. നമ്മൾ കേൾക്കുമ്പോൾ ഒരു വിചിത്രമായി തോന്നും. എന്തായാലും രാജു സ്റ്റീഫൻ അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് 3 വർഷം മുമ്പ് കൺസ്യൂമർ കോർട്ടിൽ നിയമപോരാട്ടം ആരംഭിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസം രാജു സ്റ്റീഫൻ അനുകൂലമായിട്ടുള്ള വിധി വരികയും ചെയ്തു. നഷ്ടപരിഹാരം ഉൾപ്പെടെ ബാങ്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് കോടതി ബാങ്കിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇപ്പോൾ രാജു സ്റ്റീഫൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഹോൾഡറായിട്ടുള്ള രാജു സ്റ്റീഫൻ നമ്മോടൊപ്പം ചേരുകയാണ്. കേൾക്കുമ്പോൾ ഒരു കൗതുകവും വിചിത്രമൊക്കെ തോന്നും. ശരിക്കും എന്താണ് അത് സംഭവിച്ചതെന്ന് വിവരിക്കുക. ഞാൻ 2022 സൗത്ത് ഇന്ത്യ ബാങ്ക് സീത്തങ്കോളി ബ്രാഞ്ചിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കി. അതിനുശേഷം ഞാൻ അതിലൊരു ട്രാൻസാക്ഷൻ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ മെസ്സേജിൻ്റെ പേരിൽ അവർ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ₹2 ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് 5000-ൽ നിന്ന് ₹2 മൈനസ് ആകുമ്പോൾ ഇൻസഫിഷ്യൻറ്റ് ബാലൻസായി മാറി അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ അടുത്ത മാസം 295 രൂപ വീണ്ടും 295 രൂപ ഡിഡക്റ്റ് ചെയ്തു. ആ സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത്. അപ്പോൾ ഞാൻ ബാങ്കിൽ പോയി ചോദിച്ചു, എന്താ സംഭവം, ഇങ്ങനെ പൈസ ഡിഡക്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതായത് 5000 രൂപ മിനിമം ബാലൻസ് ഉണ്ടായിരുന്നു. മെസ്സേജ് ബാങ്ക് തന്നെ അയച്ച മെസ്സേജിൻ്റെ പേരിൽ അവർ ആ മെസ്സേജ് ചാർജ്. അതെ, അപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് എൻ്റെ സൈഡിൽ നിന്ന് തെറ്റുണ്ടെന്ന് പ്രശ്നമില്ല. അവർ മെസ്സേജ് അയച്ചു, അവർ തന്നെ ഡിഡക്റ്റ് ചെയ്തു. അത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ ബാങ്കിൽ പോയി ചോദിക്കും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പക്ഷെ ഞാൻ അതിൽ നിന്ന് ₹1 എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ തെറ്റായിരുന്നു. ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല. അവർ തന്നെ മെസ്സേജ് അയച്ചു, അവർ തന്നെ ഡിഡക്റ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ പേരിൽ അക്കൗണ്ട് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടിക്കാൻ തുടങ്ങി. അത് ശരിയല്ലല്ലോ. അത് ബാങ്കിൽ പോയി ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇതല്ല കമ്പ്യൂട്ടറൈസ്ഡ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരി, ഞാനപ്പോൾ അതിനുശേഷം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺസ്യൂമർ കോടതിക്ക് പോയി. കൺസ്യൂമർ കോടതിയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം എനിക്ക് നീതി കിട്ടി. 10,000 രൂപ ബാങ്കിന് ഫൈനിട്ടു, നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. പിന്നെ 5000 കോടതി ചെലവും, പിന്നെ എൻ്റെ ആ സമയത്ത് ഡിഡക്റ്റായ 590 രൂപ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി വിധിച്ചു. അത് നമ്മുടെ രാജുവിൻ്റെ അഭിഭാഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇതൊരു സത്യത്തിൽ എല്ലാവർക്കും അക്കൗണ്ടുകളാണ്, ഇത്തരത്തിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടുകളൊക്കെ ഉള്ളതാണ്. ഒരു സോഷ്യൽ ഒരു മെസ്സേജ് കൂടിയാണല്ലോ ഇതിലൂടെ ഉണ്ടാകുന്നത്. അതെ, സോഷ്യൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അതൊരു ഉത്തമ വിശ്വാസത്തോട് കൂടിയാണ് ചെയ്യുന്നത്. അവർ നമ്മളെ പൈസൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ സ്വത്തുക്കളതും കസ്റ്റഡിയനായിട്ടാണ് നമ്മൾ വിശ്വസിച്ചിട്ട് അവരോട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്കറിയാത്ത, നമുക്ക് നോട്ടീസ് കൊടുക്കാത്ത, നമുക്കൊരു മുന്നറിയിപ്പും ഇല്ലാത്ത അവർ പൈസ ഡിഡക്റ്റ് ചെയ്യുന്നതല്ലെങ്കിൽ അത് തെറ്റാണ്. രണ്ടാമത്തെ അവർ പറയുന്ന വേറൊരു വാദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇതിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരുപാട് എഗ്രിമെൻറ്റിന് ഒപ്പിട്ടിട്ട് കൊടുത്തിരുന്നു. പക്ഷേ എഗ്രിമെൻറ്റ് ആർക്കും എപ്പോഴും എത്ര വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, ഒപ്പിടിക്കാം. പക്ഷേ അതിന് നിയമപ്രാബല്യമില്ല. അത് ഏതെങ്കിലും അസംബ്ലിയിലോ ഒരു പാർലമെൻറ്റിൽ പാസ്സായ ബില്ലൊന്നല്ല. അതല്ലാത്ത മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ ഈ കസ്റ്റമർക്ക് അറിയാതെ തന്നെ ATM ചാർജസ് എന്ന് പറഞ്ഞിട്ടോ ചെക്ക് ബുക്ക് ചാർജസ് എന്ന് പറഞ്ഞിട്ടോ വേറെ എന്തെല്ലോ പറഞ്ഞിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന സർവീസ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസ ഇങ്ങനെ ഡിഡക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് നിയമസാധുത്വം ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് ചെറിയ പൈസ ആയതുകൊണ്ട് ആരും മെനക്കെട്ടിട്ട് ഇതിൻ്റെ പിന്നിൽ കസ്റ്റമർ കോടതിക്ക് ഇല്ലാതെ വേറെ അതിന് ശരിയായ അപ്രോപ്രിയേറ്റ് ബാങ്കിങ് ഓംബുഡ്സ്മാനുണ്ട് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇതിന് മുതലെടുക്കുന്നത്.
ഏതായാലും അഭിഭാഷകൻ പറഞ്ഞതുപോലെ പലർക്കും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് തന്നെ ഉള്ളവർ ഇത്തരത്തിലുള്ള പിഴ ഈടാക്കുക അല്ലെങ്കിൽ ബാങ്ക് പണം ഈടാക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലരും അതിൽ പിന്നീട് എന്തെങ്കിലും ഒരു ലീഗൽ പ്രൊസീജിയറിലേക്ക് പോകാറില്ല. എന്തായാലും രാജു അത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടപ്പോൾ കൃത്യമായി നിയമപോരാട്ടം നടത്തി ഒടുവിൽ 3 വർഷത്തിന് ശേഷം അതിൽ നീതി ലഭിക്കുകയും ചെയ്തു.